ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാർക്ക് കോമഡി സൈക്കോളജിക്കൽ ഡ്രാമ സിനിമ വന്നിട്ടുണ്ട്. കുറച്ച് വെറൈറ്റിയാണ്, കണ്ടിരിക്കാൻ രസമുള്ള ഒരു പടമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അധികം പേരും ഈ പടം കണ്ടിട്ടില്ല എന്ന്. പ്രത്യേകിച്ച് മലയാളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ഒരു ഭാഷയിലും ഇതിന്റെ റിവ്യൂ ഒന്നും ഇതുവരെ, അതായത് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വരെ കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് നോക്കി, മെയിൻ ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല. ഞാനായിരിക്കും മിക്കവാറും ഫസ്റ്റ് റിവ്യൂ ഇടുന്നത്. പടത്തിന്റെ പേര് ദ ഡ്രാമ. ക്രിസ്റ്റഫർ ബോഗ്ലിയാണ് ഇതിന്റെ സംവിധായകൻ. റോബർട്ട് പാറ്റിൻസണും സിന്ദേയുമാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ സിനിമയെ കുറിച്ച്. എമ്മ, ചാർലി ഇവർ രണ്ടുപേരും ഉടനെ വിവാഹിതരാകാൻ പോവുകയാണ്. എന്നാൽ അപ്രതീക്ഷിതമായി നടക്കുന്ന ഒരു കാര്യം ആ വിവാഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ഒരു ഡാർക്കായ ഫണ്ണി ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ ആ ഒരു മെയിൻ ഐഡിയ അല്ലെങ്കിൽ ആ ഒരു സംഭവം കൊണ്ട് ചർച്ചയാകാവുന്ന ഒരു സിനിമ കൂടിയാണ്. ഒരേ സമയം നല്ല പടമെന്നും വളരെ മോശം പ്രമേയം എന്നും രണ്ട് അഭിപ്രായം വരാൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ്. എനിക്ക് പേഴ്സണലി പടം വർക്കായി. അതിഗംഭീരം എന്നല്ല ഞാൻ പറയുന്നത്, അതിന്റെ ഒരു എന്റർടൈൻമെന്റ് ഘടകം അല്ലെങ്കിൽ മേക്കിംഗ് സ്റ്റൈല്, നല്ല പെർഫോമൻസ് ഒക്കെ കൊണ്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടമാണ്. അങ്ങനെ അധികം സംസാരിക്കാത്ത ഒരു കാര്യമാണ് ഇതിലെ ഒരു മെയിൻ ഐഡിയ എന്ന് തോന്നുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് എന്തുമാത്രം നന്നായിട്ട് അറിയാമെന്നുള്ളതാണ് ഈ പടം ചോദിക്കുന്ന ഒരു ചോദ്യം. സോ ഒരു ശക്തമായ സൈക്കോളജിക്കൽ വശം കൂടി ഈ സിനിമയ്ക്കുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ടഭിപ്രായം വരാനുള്ള കാരണം തന്നെ അതിന്റെ ഈ ഒരു സൈക്കോളജിക്കൽ ഭാഗം, അതുമൂലമുള്ള സാമൂഹികമായിട്ടുള്ള ഒരു സ്വാധീനവും ഒക്കെയാണ്. ഇതിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ദഹിക്കാൻ പാടാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഞാൻ അതൊരു ഡാർക്ക് കോമഡി ആയിട്ടാണ് എടുത്തത്. ആ ഒരു ഡാർക്ക് ടേൺ തന്നെയാണ് പടത്തിനെ യൂണീക്ക് ആക്കി മാറ്റുന്നത്. ഇതിന്റെ ക്ലൈമാക്സ് ആണെങ്കിലും രസകരമായിരുന്നു. എല്ലാം കൂടി ഇങ്ങനെ പ്രഷർ കൂടി വന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു ഇഷ്യൂ എങ്ങനെ ഇവർ സോൾവ് ചെയ്യും എന്നുള്ളത് തന്നെ ഒരു ഇഷ്യൂ ആണ്. അത് ഡീസന്റ് ആയിട്ട് തന്നെ ഡയറക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ A24 സിനിമകൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാവുന്നവർക്കറിയാം അത് മാക്സിമം വിയേർഡ് ആയിരിക്കും, യൂണീക്ക് ആയിരിക്കും എന്നുള്ളത്. ഈ പടവും അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. ഇത്തവണയും പ്രമേയം കൊണ്ടും മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടും പടം വിചിത്രമാണ്, വ്യത്യസ്തമാണ്. എമ്മ ആയിട്ട് വന്ന സിന്ദേയും ചാർലി ആയിട്ട് വരുന്ന റോബർട്ട് പാറ്റിൻസണും രണ്ടുപേരും മികച്ച പെർഫോമൻസ് തന്നെയാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കിടിലൻ കെമിസ്ട്രി ഉണ്ടായിരുന്നു, നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഇവരുടെ കല്യാണം ഇങ്ങനെ സങ്കീർണമായിട്ട് മാറുമ്പോൾ, ബന്ധം സങ്കീർണമായിട്ട് മാറുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാനായിട്ട് രണ്ടുപേർക്കും സാധിച്ചിട്ടുണ്ട്. അലാന ഹൈം എന്ന നടി അവതരിപ്പിച്ച റേച്ചൽ എന്ന കഥാപാത്രവും കൊള്ളാമായിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ പടത്തിന്റെ എഡിറ്റിംഗ് ഇതിന്റെ വലിയ പോസിറ്റീവുകളിൽ ഒന്നാണെന്ന് പറയാം. ആദ്യം തന്നെ എടുത്തു പറയേണ്ട ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ എഡിറ്റിംഗ് ആണ്. ഭയങ്കര രസമാണ്, ഓരോ കട്ട്സും വളരെ ഡിഫറെന്റ് ആയിരുന്നു. ഒരു യുണീക്ക് ആയിട്ടുള്ള എഡിറ്റിംഗ് സ്റ്റൈലായിരുന്നു ഈ പടത്തിൻ്റെത്. പിന്നെ ഒരു ക്യാരക്ടറിന്റെ പ്രായമായ വേർഷനൊപ്പം ഒരു ക്യാരക്ടറിന്റെ ചെറുപ്പകാല വേർഷൻ ഒരുമിച്ച് കാണിച്ച സീനൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ക്യാമറ ആയാലും മ്യൂസിക് ആയാലും നൈസാണ്. സോ ടെക്നിക്കൽ സൈഡിൽ പടം ഓക്കെയാണ്. ഇനി ഇതിന്റെ പ്രമേയം കൊണ്ടുവരാവുന്ന വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് പുറമേ ഉള്ള നെഗറ്റീവ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, പടം 1-2 ഇടങ്ങളിൽ എനിക്ക് ചെറുതായിട്ട് ലാഗ് അടിച്ചായിരുന്നു. അതുപോലെ തന്നെ വേറെ ചില ഇടങ്ങളിൽ ഇതെന്തൊരു പടം, ഇത് എനിക്ക് തന്നെ വർക്കാവുന്നില്ലേ എന്നൊരു സംശയം എനിക്ക് തന്നെ തോന്നി. പക്ഷെ മൊത്തം പടം കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് തോന്നിയത്. സോ മൊത്തത്തിൽ ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ പടം എന്ന് പറയാം. ഒരു സാധാരണ റോം കോം എന്നതിൽ നിന്നും അല്പം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പ്രമേയം കൊണ്ട്. വലിയ സംഭവമല്ല, പക്ഷെ കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. എന്നാൽ എല്ലാവർക്കും വർക്കാകണമെന്നുമില്ല. പടം ഇപ്പോൾ തിയേറ്ററുകളിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ എറണാകുളത്ത് ഫോറം മാളിലാണ് കണ്ടത്. ഞാൻ കണ്ട തിയേറ്ററിൽ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഒന്നും ഇല്ലായിരുന്നു. 1 മണിക്കൂർ 47 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.